ഇതിന് നമുക്ക് സ്നാക്സ് ആയിട്ട് ഈ ടൈപ്പിലുള്ള ഉന്നക്കായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലോണം ഒന്ന് കഴുകി രണ്ടറ്റവും മുറിച്ചിട്ടുള്ള പഴം കുക്കറിൽ ഒരു വിസിൽ വരുത്തി വെക്കാം. പിന്നെ ഉന്നക്കായൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കുക. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയുന്നതുകൊണ്ട് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഒരു ഫുൾ തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. 2 കോഴിമുട്ടയും പിന്നെ പാകത്തിനുള്ള പഞ്ചസാര, 2-3 ഏലക്കായ ചതക്കിയത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പണ്ടത്തിന് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായി നുറുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു കിസ്മിസ് ഉണ്ടല്ലോ, അത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ ചരുവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തിട്ട് ഒരു പകുതി ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പകുതി മതി, ഒരുപാട് ഡ്രൈ ആയി പോണ്ട. പിന്നെ അതിലേക്ക് ഏലക്ക ചതച്ചത് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചതച്ചത് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു പാകത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളുപ്പ് മതി കേട്ടോ, ഒരുപാടായി പോയത്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോഴേക്കും പാകത്തിനുള്ള പഞ്ചസാര പകുതി ഒന്ന് റെഡി ആകുമ്പോഴേക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് ലയിക്കൂല പഞ്ചസാര. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇന്നത്തെ പഴം ഇത്തിരി പാകം കൂടിപ്പോയതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ ആ 2 കോഴിമുട്ട അതേപോലെ ഒന്ന് അടിച്ചെടുത്തത് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്ന് ഇളക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കുക. എന്താ ചിക്കി ഒന്ന് റെഡി ആയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇത്തിരി വലുതായ ഒരു കോഴിമുട്ടൻ്റെ കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ഒന്ന് പൊടിച്ചു കൊടുക്കണം. നല്ലോണം ഒന്ന് വെന്ത് പോയിട്ടുണ്ട്. അത് നല്ല പാകമായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പാകത്തിനുള്ള പാകമാണെങ്കിൽ ഒരൊറ്റ വിസിലോട് തന്നെ സെറ്റായി കിട്ടും. പിന്നെ നമ്മൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് ഇളം ചൂട് ആറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടോടുകൂടി തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ കൈ വെച്ചിട്ട് അതിനുള്ളിൽ തരിയും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു കട്ടിയുള്ളതൊക്കെ, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ള ഒരു ഈ പഴത്തിൻ്റെ ഒരു മാവുണ്ടല്ലോ, അത് പിന്നെ ചെറിയ ഉരുളകളാക്കി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ 2.5 കിലോൻ്റെ ആണ്, 2.5 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഉരുള ചെറുതായി കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു രൂപത്തിൽ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കണം. പാകം കൂടിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, പക്ഷേ ടേസ്റ്റ് ഇതാണ്. സാധാരണത്തെ ഉന്നക്കായനെക്കാളും ഒത്തിരി പാകം കൂടിപ്പോയ പഴത്തിൻ്റെ ഉന്നക്കായ എണ്ണയാണ് നല്ലത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഓയിൽ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഉന്നക്കായ കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ലാസ്റ്റ് സ്റ്റേജ് എടുക്കാൻ മറന്നു കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ 45 ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ട്.